ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ തീർക്കാനുണ്ട്. നല്ലൊരു വെതറുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ കുറച്ച് ക്ലീനിങ്ങും വൈകുന്നേരം നമുക്കൊന്ന് പുറത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആസ് യു ക്യാൻ സീ ഗോതമ്പ് ദോശ കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര വെറുപ്പുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഗോതമ്പ് ദോശ. ബട്ട് നൗ അഡൾട്ട്ഹുഡ് ഈസ് ഹിറ്റിംഗ് സോ ഹാർഡ്. ഗോതമ്പ് ദോശയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഓവർ ഗോതമ്പ് ദോശയുടെ മാവും ലെഫ്റ്റ് ഓവർ ചിക്കൻ കറിയും കൂടെ കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എ നൈസ് കോഫി. രാവിലെ ഒരു പ്രോപ്പർ സമയത്തൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ സമയം എന്ന് ഉദ്ദേശിച്ചത് ഓഫ് ആണെങ്കിൽ എന്തായാലും 9 മണിയൊക്കെ ആകും കേട്ടോ. അപ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒന്ന് യോഗയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാറ്. പക്ഷെ ഇന്ന് മടിയായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പൊതുവെ എന്തെങ്കിലും ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടോ കഴിക്കാറ്. ഇന്ന് തുറന്നപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കിടക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആദ്യം എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിന് ഭയങ്കര വ്യൂസ് കുറവായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ടു സ്റ്റോർ മൈ മെമ്മറീസ്. അപ്പം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഔട്ടാകാതെ നമ്മുടെ മെമ്മറീസ് നല്ലപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ് യൂട്യൂബ്. അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിലുണ്ടല്ലോ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സമ്മർ ഹൗസ് പോലെയും ഒരു ചെറിയ ഓപ്പൺ ആയിട്ടുള്ള സമ്മർ ഹൗസ് പോലെ ഉണ്ട്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രീവിയസ് ഉണ്ടായിരുന്ന ആളുകൾ ഇട്ടിരുന്ന പൊടിയും മെസ്സൊക്കെ അതിനകത്തുണ്ട്. ഒത്തിരി മെസ്സ് ചെയ്യുന്നല്ലോ കേട്ടോ, നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. എന്നാലും ചെറിയ മെസ്സുണ്ട്. പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചൊരു ഫേസ് മാസ്ക് നോക്കിയിട്ട് കാണാനുണ്ടായില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പഴയ സ്റ്റൈലില് ഒരു തോർത്തൊക്കെ കെട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ അടിച്ചു വാരൽ പരിപാടികൾ. തൂത്ത് വാരാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞാൻ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കായിരുന്നു. എന്തായാലും ഞാൻ ഫോൺ വെച്ചേക്കുന്ന ആംഗിള് ശരിയല്ല, അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ക്ലാരിറ്റിയിൽ വീഡിയോ വന്നില്ലെന്ന് തോന്നുന്നു. വെയിലുണ്ടായിരുന്നോണ്ട് വെയിൽ നന്നായിട്ട് അടിക്കണ്ട കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാരി കളഞ്ഞാൽ മതി. ഈ സമ്മർ റൂം എങ്ങനെ സെറ്റാക്കി എടുക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടണില്ല. ചിലർക്കൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ ഭയങ്കര കഴിവുള്ളവരുണ്ടല്ലോ. മൈ ക്രിയേറ്റീവ് സൈഡ് ഈസ് വെരി വീക്ക്. വെയിൽ കണ്ടു കഴിയുമ്പോൾ എനിക്കുള്ള മെയിൻ എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ഉണക്കി എടുക്കുക എന്നുള്ളതാണ്. വല്ലപ്പോഴും വെയിൽ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. നമ്മുടെ തുണികളൊക്കെ കൊണ്ട് വെയിലത്ത് ഉണക്കിയിടുക. ഇത് അലക്കിയതും അലക്കാത്തതും പെട്ടിയിലിരിക്കണതും ഒക്കെ ഞാൻ വെയിലത്തിട്ട് ഉണക്കും. ഇവിടെ സാധാരണ ഗാർഡനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നവർ ഭയങ്കര സയന്റിഫിക് വെയിലൊക്കെ ചെയ്യുന്നതായിട്ടോ കാണാറ്. അതിനായിട്ടുള്ള ഗ്ലൗസും സാധനങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഓൾഡൻ വെയിലാണ് ഗാർഡനിങ് സ്റ്റൈൽ. പ്രീവിയസ് ഉണ്ടായിരുന്ന ആളുകൾ എന്തോ വിത്തൊക്കെ പാകി ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പറിച്ചു കളയുന്നത് ചെടിയാണോ കാട്ടുവളയാണോ എന്ന് വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും അത്ര ഭംഗിയില്ലാതെ നിൽക്കുന്ന കണ്ടതൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞു. പിന്നെ അസ്ഥാനത്തൊന്നും കൊണ്ട് ചെടി നടില്ലല്ലോ എന്നുള്ളൊരു കൺക്ലൂഷനും കൂടെയാണ് കുറേയൊക്കെ സാധനങ്ങൾ പറിച്ചു കളഞ്ഞത്. എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇവിടെ ആളുകളെ വിളിക്കണമെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും പരിപാടി എന്ന് ഉദ്ദേശിച്ചത് ക്ലീനിങ്ങോ ഇങ്ങനത്തെ പരിപാടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആളുകളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസയാണ് കേട്ടോ. അവരുടെ അവറിലുള്ള റേറ്റ് കേട്ടാൽ നമ്മൾ വിചാരിക്കും അങ്ങനത്തെ വല്ല പണിക്ക് പോകുമായിരുന്നു. നമ്മുടെ ചിലപ്പോൾ 2-3 മണിക്കൂറിന്റെ ജോലിയുടെയൊക്കെ ശമ്പളം കൂട്ടി വെക്കുന്നതായിരിക്കും വേറെ ചില ജോലിക്കാരുടെ 1 മണിക്കൂറിന്റെ ജോലിയുടെ ഫീസ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു കൺട്രിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് വെട്ടാനോ ക്ലീൻ ചെയ്യാനോ വരുന്ന ഒരാൾക്കും റോക്കറ്റ് സയൻസ് ചെയ്യുന്ന ഒരാൾക്കും ഒരേ റെസ്പെക്റ്റ് ആണ് സൊസൈറ്റിയിൽ കിട്ടുന്നത്. പുല്ല് വെട്ടുന്ന ആളും റോക്കറ്റ് സയൻസ് ചെയ്യുന്ന ആളും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഒരു സൊസൈറ്റി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇടയ്ക്കൊരു നറിഷ്മെന്റിനായിട്ട് ഞാൻ തന്നെ ഒരു സ്മൂത്തി ഉണ്ടാക്കി. കുറച്ച് ചിയാ സീഡ്സും മിക്സഡ് ബെറീസും യോഗട്ടും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിപൊളി ഒരു ഹെൽത്തി വേർഷൻ. കുറച്ച് ഓട്സും ഇട്ടായിരുന്നു എന്നാ തോന്നണേ. ഹെൽത്തി വേർഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ കുടിച്ചു തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മധുരമൊക്കെ ലേശം കുറവായിരുന്നു. മധുരമൊക്കെ ഉണ്ടെങ്കിൽ സാധനം കൊണ്ട് കുടിച്ചു തീരണ അറിയില്ല. എനിത്തിങ് അൺഹെൽത്തി ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ വാഷിംഗ് മെഷീനിൽ കിടന്ന അനദർ സെറ്റ് ഓഫ് തുണികൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ വിരിച്ചിടാന്ന് അങ്ങോട്ട് വിചാരിച്ചു. വെയിൽ കണ്ടുകഴിയുമ്പം ആ വെയിലിനെ മാക്സിമം യൂട്ടിലൈസ്, യൂസ് ആൻഡ് അബ്യൂസ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. നമ്മുടെ തുണി വിരിച്ചിടുന്ന ആഴെ ഞാൻ സെറ്റ് ചെയ്ത സെറ്റിങ്സ് അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. തുണി ഇട്ട് കഴിയുമ്പോൾ അത് വല്ലാണ്ട് ഒരിളക്കോട്ടമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് വിരിച്ചില്ലെങ്കിൽ തുണി മുഴുവൻ നിലത്ത് എൻ്റെ പോവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഇനി കുറച്ച് സെൽഫ് കെയറും റെസ്റ്റും ഒക്കെ ആകാമെന്ന് വിചാരിച്ചു ബിഫോർ ഗോയിങ് ഔട്ട്. രാവിലെ എണ്ണമറ്റ ദോശകൾ കഴിച്ചതുകൊണ്ട് ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ച് ലൈറ്റായിട്ട് സ്മൂത്തിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അടിപൊളി ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ബാത്ത് ടബിൽ കിടന്ന് കുളിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ ഫേസ് പാക്കൊക്കെ ഇട്ടാലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഫോർ മൈ ഹാപ്പിനെസ്. അതിനുവേണ്ടിയാണ് ഫേസ് പാക്ക് ഇടുന്നത്.
ഫേസ് പാക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകി കളഞ്ഞിട്ട് ബാത്ത് ടബിൽ കയറി വിശാലമായിട്ടൊന്ന് കിടക്കാം. അത്ര വിശാലമായിട്ട് കിടക്കാനുള്ള സ്ഥലമൊന്നുമില്ല നമ്മുടെ ബാത്ത് ടബിൽ, എന്നാലും ഒതുങ്ങിക്കൂടി അങ്ങോട്ട് കിടക്കാം. നല്ല വെതറൊക്കെ ഉള്ള ദിവസങ്ങളിൽ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷമാവും കേട്ടോ. നമ്മളൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ സൂപ്പർ വെതറുള്ളപ്പോൾ പുറത്തു പോയില്ല എന്നുള്ളൊരു സങ്കടമൊക്കെയാവും. അപ്പം നമ്മൾ ബൈബറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇറ്റ് വാസ് റിയലി ഹോട്ട്. വണ്ടിയിലിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ വെയിലടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇത് UK ആണെന്ന് വിശ്വസിക്കാനായിട്ട് ലേശം ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞ ദിവസം വരെ നല്ല അടിപൊളി തണുപ്പായിരുന്നേ. അപ്പൊ ഇന്ന് സ്പ്രിംഗിൽ നല്ല അടിപൊളി വെതറുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇന്ന് ഔട്ട്സൈഡ് പറയുന്നത് 23 to 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നല്ല വെയിലുള്ള ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചെറിയൊരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ബൈബറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് അറിയില്ല. കോസ്വോൾസിൻ്റെ അകത്ത് വരുന്നൊരു വില്ലേജാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് കാസിൽ കോമ്പിലും ബേർട്ടൺ ഓൺ ദ വാട്ടറിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലത്തെ തന്നെ സെയിം വൈബുള്ളൊരു വില്ലേജാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വില്ലേജ്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി, ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ പാർക്കിങ്ങിൽ സ്പേസ് കിട്ടാത്തതുകൊണ്ട് വേറെ ഒരു കുറച്ചൊരു കൺട്രി സൈഡിൽ വന്ന് നിർത്തിയിട്ട് തിരിച്ച് ആ വഴി തന്നെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു. ആ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ചു. ഞാൻ അങ്ങോട്ട് പോയപ്പം തിരിച്ചു വരുന്നതും ഈ വഴിക്കാണല്ലോ, അല്ലെങ്കിൽ പാർക്കിംഗ് കിട്ടില്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ടായില്ല. പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഈ വഴിക്ക് നടക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. സോ നമ്മുടെ ഇപ്പം ദ ആക്ച്വൽ വില്ലേജിൻ്റെ, നമ്മൾ കാണാൻ പോയ വില്ലേജിൻ്റെ ഒറ്റ വീഡിയോ പോലും ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, പിന്നീട് ഒരു ദിവസം പോവാന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഉച്ചയ്ക്കത്തെ ലഞ്ച് വെറും സ്മൂത്തി മാത്രമായിരുന്നുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. മസാല ദോശ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടറായിട്ട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, അതൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നേ. പക്ഷെ ഫുഡ് കഴിക്കാനുള്ള രാത്രിയിൽ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് നമ്മുടെ സ്വിൻഡൻ്റെ ടൗൺ സെൻറ്റർ ഒരു പോളിഷ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ പോളിഷ് കടയിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കേക്കിൻ്റെ പീസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. പണ്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 pounds ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ 8 pounds സംതിങ് ആയി. ഇൻഫ്ലേഷൻ പോണൊരു ബൊക്കെ. പോരാത്തതിന് ഇന്നത്തെ കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കേമായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു സങ്കടം ഉണ്ടായി. സാരമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റും. സ്പ്രിംഗ് പ്രമാണിച്ച് നമ്മുടെ സൺസെറ്റ് ഏകദേശം 8 മണിയുടെ അടുത്താണ് കേട്ടോ. ദാറ്റ് ടൈം ഓഫ് ദ ഇയർ ഈസ് ബാക്ക്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം എന്തായാലും നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ആൻഡ് ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.